പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഈ ചോറിൻ്റെ കൂടെ അമ്മ തന്നു വിടുക ഈ വഴുതനങ്ങ പൊരിച്ചത്, പൊട്ടറ്റോ പൊരിച്ചത്, അതുപോലെ ചേന പൊരിച്ചത്, അതൊക്കെയാണ് കേട്ടോ. എനിക്കാണ് ഭയങ്കര ഇഷ്ടം ഈ പൊരിച്ച ഐറ്റംസിനോട്. കറി കൂട്ടി കഴിക്കും, പക്ഷേ ഞാൻ പൊരിച്ച ഐറ്റത്തിൻ്റെ ഫാനാണ്. അപ്പം ഞാനിപ്പം ഈ പൊരിച്ച ഐറ്റംസ് കൊണ്ടുപോയില്ല എന്ന് വിചാരിച്ചു. അപ്പം അടുത്ത ഇരിക്കുന്ന കുട്ടി എങ്ങാനും എൻ്റെ വഴുതന പൊരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിയോട് ചോദിക്കും, എനിക്കൊരു പീസ് തരുമോ, അങ്ങനെ ചോദിക്കും. അപ്പം ചില സമയത്ത് കുട്ടികൾ തരും, ചില സമയത്ത് കുട്ടികൾ തരില്ല, എനിക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മേനോട് പറയും, അമ്മ എനിക്ക് നാളെ വഴുതന പൊരിച്ചത് വേണം കേട്ടോ. എനിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് വഴുതന പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം മതി ചോറിൻ്റെ കൂടെ. കുറേ പേർക്ക് വഴുതന അത്ര ഇഷ്ടമുള്ള വെജിറ്റബിൾ അല്ല ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതന പൊരിച്ചത്, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. എത്ര പേര് ചേന പൊരിച്ചത് കഴിച്ചിട്ടുണ്ട്? നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേന ചൊറിയെങ്കിലും കറി വെക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ചേന പൊരിച്ചത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിക്കാം. പിന്നെ അതുപോലെ ഞാൻ വെണ്ടയ്ക്ക പൊരിക്കും, ഞാൻ എല്ലാ സാധനവും എടുത്ത് പൊരിക്കും. അതുപോലെ കോവക്ക പൊരിക്കും ഞാൻ. കോവക്ക എത്ര പേര് പൊരിക്കും എന്ന് എനിക്കറിയില്ല. ഒന്നിങ്ങനെ അതിൻ്റെ ഈ കറല്ലേ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് പോക്കുക, എന്നിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഉപ്പും മുളകും ഇട്ടിട്ട് പൊരിക്കാം.